ഈശ്വരൻ നീയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. അഹങ്കാരവും അറിവില്ലായ്മയുമെല്ലാം ഇല്ലാതായി ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമത്വത്തിന്റെ പരമപദമാണ് ശബരിമല അയ്യപ്പ സന്നിധാനം. വിശ്വമോഹനമാണ് ലോകമെന്ന തിരിച്ചറിവിലെഴുതിയ ഹരിവരാസനം വിശ്വമോഹനം എന്ന ഈരടികൾ. ഈ ദിവ്യാക്ഷരി അയ്യന്റെ ഉറക്കുപാട്ടായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഹരിവരാസനം വിശ്വമോഹനം ഹരിഹരീശ്വരം ആരാധ്യപാദം ഹരിമർദ്ദനം നിത്യമർപ്പണം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. കാനന ക്ഷേത്രത്തിലേക്ക് ആളുകളധികം എത്താതിരുന്ന കാലം. കഠിനവ്രതമെടുത്ത് കാട്ടുമൃഗഭീതിയെ മറികടന്ന് അപൂർവം പേർ വന്നുപോയിരുന്ന കാലം. ആലപ്പുഴയിൽ VR ഗോപാലമേനോൻ എന്നൊരു അയ്യപ്പന്റെ പരമ ഭക്തനുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം സന്നിധാനത്തെത്തി ഇവിടെ തങ്ങുകയും ചെയ്യും. മാവേലിക്കരയിൽ നിന്നുള്ള ഈശ്വരൻ നമ്പൂതിരിയാണ് അന്ന് ഇവിടുത്തെ മേൽശാന്തി. അത്താഴപൂജയ്ക്ക് ശേഷം ഗോപാലമേനോൻ ഹരിഹരസുധാഷ്ടകം മനോഹരമായി ആലപിക്കും. ഹരിവരാസനം വിശ്വമോഹനം എന്ന് തുടങ്ങി 8 ശ്ലോകങ്ങളിൽ 32 വരികളിൽ 108 വാക്കുകളിൽ 352 അക്ഷരങ്ങളിൽ ഹരിഹരാത്മജനായ ദേവനെ സ്തുതിക്കുന്ന മനോഹര കീർത്തനം. അത് മേൽശാന്തിയുടെ മനം കവർന്നു. ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാജിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. മേനോന്റെ മരണശേഷം ഹരിവരാസനം പാടി അയ്യപ്പസ്വാമിയെ ഉറക്കുന്ന ചുമതല ഈശ്വരൻ നമ്പൂതിരി ഏറ്റെടുത്തു. അങ്ങനെ മുടക്കമില്ലാത്ത ഒരു ആചാരത്തിന് തുടക്കമായി. ഈ കീർത്തനത്തിന്റെ രചന നിർവഹിച്ചത് പുറക്കാട് കോന്നകത്ത് ജാനകിയമ്മയാണ് എന്ന് അവരുടെ മക്കളായ ഭാരതിയമ്മയും ബാലാമണിയമ്മയുമാണ് ലോകത്തെ അറിയിക്കുന്നത്. അതിനു മുൻപ് രാമനാഥപുരം കുളമ്പക്കുടി കുളത്തൂർ ശ്രീനിവാസ അയ്യർ എന്ന കുളത്തൂർ അയ്യർ രചിച്ച കീർത്തനമാണിതെന്നാണ് വിശ്വസിച്ചിരുന്നത്. പിൻകാലത്ത് ഹരിവരാസനം വിശ്വമോഹനം എന്ന കീർത്തന സമാഹാരം ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇദ്ദേഹം രചയിതാവല്ല സമ്പാദകൻ മാത്രമാണെന്ന് അറിയുന്നത്. 1963 നവംബറിൽ തിരുവനന്തപുരം ചാലയിലെ ജയചന്ദ്ര ബുക്ക് ഡിപ്പോ പുറത്തിറക്കിയ സമാഹാരത്തിന്റെ 78-ാം പേജിൽ ഹരിഹരാത്മജാഷ്ടകം എന്ന തലക്കെട്ടിൽ കീർത്തനം അച്ചടിച്ചിട്ടുള്ളതിലാണ് സമ്പാദകനെന്ന് കുളമ്പക്കുടി കുളത്തൂർ അയ്യരുടെ പേര് ചേർത്തിരിക്കുന്നത്. ശബരിമലയിലെ വലിയ വെളിച്ചപ്പാടായിരുന്ന അനന്തകൃഷ്ണ അയ്യരുടെ മകളാണ് ജാനകിയമ്മ. 1893 ജനിച്ച ജാനകിയമ്മ പിതാവിൽ നിന്നറിഞ്ഞ അയ്യപ്പ മാഹാത്മ്യങ്ങൾ കീർത്തനമാക്കുന്നത് ശീലമാക്കിയിരുന്നു. 1923 30-ാം വയസ്സിലാണ് ഹരിവരാസനം എഴുതിയത്. അന്ന് അവർ 6ാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു. പിറന്ന കുഞ്ഞിന് അയ്യപ്പൻ എന്ന് പേരിടുകയും ചെയ്തു. മകൾ എഴുതിയ കീർത്തനം അനന്തകൃഷ്ണ അയ്യർ കാണിക്കയായി ശബരിമലയിൽ നടക്കുവെച്ചുവത്രേ. പുറക്കാട്ട് ശിവക്ഷേത്രത്തിലെ ഭജനക്കാരിലൊരാൾ പിന്നീട് ജാനകിയമ്മയിൽ നിന്നും കീർത്തനം പകർത്തിയെടുത്ത് പഠിച്ചു. ആനന്ദേശ്വരം ശിവക്ഷേത്രത്തിലെ വചനസംഘമാണ് ആദ്യമായി ഹരിവരാസനം പാടിയതെന്ന് പറയപ്പെടുന്നു. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ
ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിൽ മേൽശാന്തിയും കീഴ്ശാന്തിമാരും പരികർമ്മികളും ചേർന്ന് ഹരിവരാസനം പാടി അയ്യപ്പസ്വാമിയെ ഉറക്കുകയായി. കീർത്തനം പുരോഗമിക്കവേ വിളക്കുകൾ ഓരോന്നായി അണച്ച് പിന്നിലേക്ക് നടന്ന് അവർ സോപാനപ്പടിയിറങ്ങും, നടയടയ്ക്കും. 18-ാം പടിക്ക് താഴെയും ചുറ്റുവട്ടത്തും മരക്കൂട്ടത്തിലുമൊക്കെ ദേവന്റെ ഉറക്കമറിയിക്കാനെന്ന വണ്ണം ഗന്ധർവ ശബ്ദത്തിൽ ആ പാട്ട് കാട്ടിലലിയുന്നു. ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ കളമൃദുസ്മിതം സുന്ദരാനനം കളഭകോമളം ഗാത്രമോഹനം കളഭകേസരീ വാജിവാഹനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശ്രുതജനപ്രിയം ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സാധുജീവനം ശ്രുതിമനോഹരം ഗീതരാലസം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ.